അപ്പോൾ ഇന്നിപ്പം ഈ മഴക്കാല കെടുതികളൊക്കെ നേരിടുന്നതിന് വേണ്ടി മന്ത്രിമാരുടെ യോഗം ചേരുന്നുണ്ട്. രാവിലെ 10 മണിക്ക് ഓൺലൈനായിട്ടാണ് ഈ യോഗം ചേരുന്നത്. യോഗത്തിൽ ജില്ലാ കളക്ടർമാരൊക്കെ പങ്കെടുക്കും. മുന്നൊരുക്കങ്ങൾക്കായിട്ടുള്ള തുക എല്ലാ ജില്ലകൾക്കും ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം ദുർബലമായിരിക്കുമെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഇന്ന് ഒരിടത്തും മഴ മുന്നറിയിപ്പുമില്ല. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. സനിസ, ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ മഴ മാറ്റി നിർത്തിയാൽ ഇന്നലെയും ഇന്നും ഒന്നും കാര്യമായിട്ട് മഴ ലഭിക്കുന്നില്ല, മഴ മുന്നറിയിപ്പുകളുമില്ല. ഇന്നത്തെ യോഗം പക്ഷേ ഏറെ നിർണായകവുമാണ്. ഇതിപ്പം ഇടവപ്പാതി നിൽക്കുന്നു. കാലവർഷം എത്തിയിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ലേറ്റായിട്ട് വരികയോ അങ്ങാനും ഒക്കെ ചെയ്താൽ ഇപ്പോഴത്തെ അന്തരീക്ഷ കാലാവസ്ഥയൊന്നും വലുതായിട്ട് നമുക്ക് ഒന്നും പ്രവചിക്കാനും കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെയാകും യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ചയാവുക? ഗുഡ് മോർണിംഗ് സേതു. ഈ മഴക്കാല മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് യോഗം ഓൺലൈനായിട്ട് 10 മണിക്ക് ചേരുക. ഇതിൽ മന്ത്രിമാരും അതുപോലെ തന്നെ 14 ജില്ലകളിലെ ജില്ലാ കളക്ടർമാരും പങ്കെടുക്കും. ഈ ജില്ലാ കളക്ടർമാരുടെ വലിയൊരു തരത്തിൽ ജില്ലകളിലെ അഴിച്ചുപണിയൊക്കെ നടന്നിരുന്നു. അതിനുശേഷമുള്ള അതിൽ മന്ത്രിമാർക്കൊക്കെ അതൃപ്തി ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ വന്നതിനിടെയാണ് ഈ ഒരു യോഗം തന്നെ ചേരുന്നത്. ഇപ്പോൾ മഴക്കാലവുമായി മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട്, കൂടാതെ തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ, കൂടാതെ വരുന്ന ആഴ്ച കടൽക്ഷോഭം, അതുപോലെ തന്നെ മറ്റ് തീരപ്രദേശങ്ങളിൽ മറ്റ് സുരക്ഷയൊക്കെ ആവശ്യമുണ്ട്. അതിനുള്ള നിർദ്ദേശമൊക്കെ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുക. പ്രത്യേകമായിട്ടും മഴക്കെടുതികൾ, വരുന്ന കാലവർഷത്തിലേക്ക് വരുന്ന മഴക്കെടുതികൾ, അതിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം സജ്ജീകരിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ജില്ലകളിലേക്ക് തുക കൈമാറിയിട്ടുണ്ട്. അതിന്റെ വിനിയോഗം തുടങ്ങിയവയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. കൂടാതെ തന്നെ ഇന്ന് മഴ മുന്നറിയിപ്പില്ല. കാലവർഷവും വൈകി എത്തുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും അതിനു മുന്നേ തന്നെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എടുക്കാൻ സംസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ വരുന്ന ഈ ആഴ്ച മഴ ഇല്ലെന്ന് തന്നെയുള്ള മുന്നറിയിപ്പാണ് നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ആ തടസ്സമൊക്കെ മാറിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നുണ്ട്. എന്നാൽ കർണാടക തീരങ്ങളിൽ തടസ്സമില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് നിലവിൽ ലഭിക്കുന്നത്. എന്തായാലും അന്തരീക്ഷത്തിൽ വലിയ തരത്തിലുള്ള മാറ്റമുണ്ട്. കാലവർഷം നമ്മളിപ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പോരാത്തതിന് കാലവർഷം ദുർബലമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 4 മാസവും മഴ വലിയ തോതിൽ ലഭിക്കില്ല. അത് എന്തായാലും ഒരു ജലപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ നയിക്കുമോ എന്നതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഏത് വിധത്തിൽ അത് നേരിടാം എന്നതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ സനിസ.